ജസ്റ്റ് വണ്ടി ഒന്ന് കൈയെടുത്ത് കാണിച്ചു തരാം, ചെറിയ രീതിയിലൊന്ന് കൈയെടുത്ത് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, മോട്ടോക്ലച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ KTM Duke 200 BS6ൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. I think the girls with their nails done now. ഗായ്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും തുടങ്ങാം. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ 250ക്ക് വരുന്ന സെയിം ഹെഡ്ലാമ്പാണ് നമ്മുടെ ഈ Duke 200 ഇപ്പം വരുന്നത്. വണ്ടിയുടെ ഓവറോൾ നിങ്ങൾക്ക് ലുക്ക് നോക്കിയാൽ തന്നെ അറിയാം, പഴയ BS4 വണ്ടി അപേക്ഷിച്ച് BS6 ആയപ്പോൾ വണ്ടിയുടെ ലുക്കിലാണ് ഈ വണ്ടിക്ക് മെയിനായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അതായത് എന്താ പറയണ്ട, നല്ല രീതിയിലൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ 200-നാണ്. അവരുടെ ബോഡി പാനൽസ് ആയാലും വണ്ടിയുടെ എല്ലാ, അതായത് ബോഡിയുടെ ഫുൾ പാനൽ മാറ്റി നമ്മുടെ ആ പഴയ 250ക്ക് വരുന്നത് എങ്ങനെയാണോ ആ സെയിം പാനലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ 125 തൊട്ട് 390 വരെ ഏകദേശം സെയിം ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ KTM സീരീസിന് എല്ലാം വരുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് വരുന്നത് 43mm WP-യുടെ അപ്പെക്സിന്റെ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 110 സെക്ഷൻ്റെ MRF-ന്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 300mm ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ബാക്കിൽ ആ 150 സെക്ഷൻ്റെ MRF-ന്റെ ടയറും അതേപോലെ 230mm ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. ഡ്യുവൽ ചാനൽ ABS-ഓട് കൂടി വരുന്ന ഒരു വണ്ടിയാണ്. ബ്രേക്കിങ്ങിലൊന്നും ഒരു രക്ഷയില്ലാതെ നല്ല കിടില വണ്ടിയാണ്. ബ്രേക്കിങ്ങിലൊന്നും പിന്നെ KTM-ന്റെ കാര്യം പറയണ്ട, അത്രയും കിടില ഒരു പെർഫോമൻസ് ആണ് വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ എനിക്ക് ഓടിച്ചിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫുഡ് ബഗ്ഗും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് വണ്ടിയുടെ ഫുഡ് ബഗ്ഗിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡിലോട്ട് നോക്കാം. എഞ്ചിൻ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു 199cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DHC എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. മാക്സിമം പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഒരു 25 PS പവറും അതേപോലെ 19 Nm ടോർക്കും ഉള്ള നല്ല പവർഫുൾ ആയിട്ട് ഒരു എഞ്ചിനാണ്. ഇപ്പം BS4-ൽ നിന്നും BS6 ആയപ്പോഴത്തേന് എഞ്ചിൻ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പഴയ ഒരു BS4 വണ്ടി ഓടിക്കുന്ന ഫീൽ ഒരിക്കലും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ അടിയിലത്തെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതുവഴിയാണ് വരുന്നത്. അപ്പോൾ സൗണ്ടിലൊക്കെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. ഇവിടുത്തെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട, ഭയങ്കര സ്മൂത്ത് ആയിട്ടൊരു സൗണ്ടാണ്. അതായത് നമുക്ക് ആ പഴയ വണ്ടിയുടെ സൗണ്ട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല രീതിയിൽ മിസ് ചെയ്യും. നമ്മുടെ 250-യുടെ അതേപോലെ ഒരു സൗണ്ടേ അല്ല, എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ RC200-നെ എനിക്ക് ഓടിച്ചിട്ടുള്ള ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടിക്കാണ് ഭയങ്കര എന്താ പറയുക, സ്മൂത്ത് ആയിട്ട് അല്ലെ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ഒച്ചയുള്ള സൗണ്ടൊന്നും അല്ല, കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് ഗാർഡും അതേപോലെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതേപോലെ എഞ്ചിന്റെ അടിയിൽ ചെറിയൊരു എന്താ പറയുക എഞ്ചിൻ ഗാർഡും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം BS6 വണ്ടിയുടെ KTM-ന്റെ എല്ലാത്തിൻ്റെ ബെൻഡ് പൈപ്പും കാര്യങ്ങളൊക്കെ അടിയിൽ കൂടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഒരു 170mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഹമ്പോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, കുറച്ച് ഗട്ടറുള്ള റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അടിഭാഗമൊക്കെ പെട്ടെന്ന് പോയി ഇടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ ബാക്കിലത്തെ ഷോക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ WP-യുടെ അപ്പെക്സിന്റെ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബാക്ക് ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കംഫർട്ടിലൊന്നും എനിക്ക് വലിയ രീതിയിൽ സീനോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഓടിക്കുമ്പോഴൊക്കെ ഒരു സുഖമുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു പഴയ ഒരു എന്താ പറയണ്ടേ, വണ്ടിയുടെ ഒരു പഞ്ച് കുറഞ്ഞോളം നമുക്ക് തോന്നും. പെട്ടെന്ന് കൈ കൊടുക്കുമ്പോൾ ഒരു സഡൻ എനിക്ക് തോന്നിയ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്. അതൊരു നമ്മുടെ ഒരു എന്താ പറയുക, BS4 വണ്ടി പെട്ടെന്ന് കൈ കൊടുക്കുമ്പോൾ കയറുമെങ്കിൽ ഇത് എനിക്കൊരു ചെറിയൊരു പവർ ഡ്രോപ്പ് പോലെ ചെറുതായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ സീറ്റിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആ ഒരു 250 കണ്ടുവരുന്ന സെയിം സീറ്റാണ്. അത്രയും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതായത് ഇവിടെ വലിയ ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെ ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ടാങ്കിന്റെ സൈഡിലോട്ട് തന്നെ ആ സീറ്റ് ഇങ്ങനെ ഇറങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹഗ് ചെയ്തിരിക്കുമ്പോൾ നല്ല എന്താ പറയുക കംഫർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പില്യൻ സീറ്റും അത്യാവശ്യം കുഴപ്പമില്ല, ഒരു പില്യണൊക്കെ വെച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ഒരു അമ്മ ചേച്ചി വരെയൊക്കെ വെച്ചുകൊണ്ട് പോകാം. വലിയ സീനോ കാര്യങ്ങളൊന്നും ഇല്ല. ഗ്രാബ് റെയിലൊക്കെ നോക്കിയാലും അറിയാം, നമ്മുടെ ആ ഒരു കുറച്ച് ലഗേജ് ഒക്കെ ആയിട്ട് പോകാനായാലോ അല്ലെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിരുന്ന ആ ടെയിൽ ലൈറ്റ് പൊട്ടുന്ന അങ്ങനെയുള്ള സീനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടിയുടെ ബാക്കിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ടൈൽ സെക്ഷനൊക്കെ കാണാം. ഒരു LED ടൈൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ 4 ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടൈൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വലിയ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താ പറയണ്ട, ബാക്കിൽ നിന്നുള്ള ലുക്ക് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതായത് എന്താ പറയണ്ട, ആ ഒരു 250 അല്ലെങ്കിൽ 390 അപേക്ഷിച്ച് ബാക്കിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പെയിന്റ് സ്കീമിൽ അതേപോലെ വണ്ടിയുടെ ഗ്രാഫിക്സിലേ ഉള്ള ഒരു ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവർ വന്നിരിക്കുന്നത്. അതായത് 200 ആണ് തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് വരുന്നത് ഇപ്പോൾ 2 കളർ വേരിയന്റിലാണ്. ഒന്ന് ഈ ഓറഞ്ചും അതേപോലെ ഒരു വൈറ്റ് കളറിലുമാണ് ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഗായ്സ്, അപ്പോൾ ഈ വണ്ടിയുടെ എക്സോ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം.
ഗായ്സ് അപ്പം BS4 എന്താ പറയുക നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു 250 കുറച്ചുകൂടെ സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു. അതായത് എന്താ പറയുക നമുക്ക് കൈ റെവ് ചെയ്ത് പിടിക്കുമ്പോഴേ ഉള്ളൂ കുറച്ച് ബാസായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുവരെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലൗഡറായിട്ടൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടൊരു സൗണ്ടാണ്. എഞ്ചിനും അതേപോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. എഞ്ചിൻ എന്താ പറയുക പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ വണ്ടിയുടെ ഒരു പഞ്ചും പവറും കുറഞ്ഞ പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. എനിക്ക് ഞാൻ എപ്പോഴും ഒരു BS4 ഓടിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിലോട്ട് കയറുമ്പോൾ തോന്നിയത്. ചിലപ്പം പലർക്കും തോന്നാതിരിക്കാനും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് വണ്ടിയിലോട്ട് ജസ്റ്റ് കയറി ഇരുന്ന് സംസാരിക്കാം. ഗായ്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 150 kg ആണ് വണ്ടിയുടെ ഡ്രൈ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ അത്യാവശ്യം നല്ലൊരു സീറ്റ് ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. നിങ്ങളൊരു 5.5 താഴെ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. കാരണം ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഒക്കെ വരുന്നത് ഒരു 810 mm ആണ്. അപ്പോൾ കുറച്ച് ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിനൊക്കെ ഈ ഇതേപോലുള്ള റോഡിൻ്റെ എഡ്ജിലൊക്കെ വന്ന് കാല് കുത്തുമ്പോൾ ചെറിയ സീനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഈ ടാങ്കിലോട്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ 250 കണ്ടാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ചെറുതാണെന്ന് തോന്നുന്നു ടാങ്ക്. അതായത് 250 കുറച്ചുകൂടെ എനിക്കൊരു വൈഡ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇരിക്കുന്ന ഒരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടൊരു ടാങ്കാണ്. ഇതിൻ്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഒരു 13 ലിറ്റർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ടാങ്കിന് വരുന്നത്. അതുപോലെ കീ സെറ്റൊക്കെ ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ മീറ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് മീറ്ററിനെ പറ്റിയെന്ന് പറയാം. നമ്മുടെ ഫ്യൂൽ ഗേജ്, അതേപോലെ തന്നെ ഹീറ്റ്, നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ, അതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മീറ്ററിലുള്ളത്. അതായത് ഇതിനകത്ത് ഒന്നും ഇല്ലെന്നല്ല, ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ആ പണ്ട് അവർ ഇറക്കിയപ്പം തന്നെ ഇത് നല്ല അപ്ഡേറ്റഡ് ആയിട്ട് ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എഞ്ചിൻ വാണിംഗ് സ്വിച്ച്, അതേപോലെ ഇവിടെ മോഡ് സെറ്റ്, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ ഹാൻഡിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൈഡായിട്ട് ഒരു ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ് ചെയ്യാനൊന്നും ഒരു രീതിയിലുള്ള സീനോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ടയർ വരുന്നത് MRFിൻ്റെ ടയറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു പുതിയൊരു അപ്ഗ്രേഡ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെ വാങ്ങിയിടാൻ ശ്രദ്ധിക്കണം. പിന്നെ സൈഡിലത്തെ മിററൊക്കെ നോക്കിയാൽ ഒരു കുഞ്ഞ് മിററാണ്. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര കുഞ്ഞ് അല്ലെങ്കിൽ ഈ ഹാൻഡിൽ അങ്ങനെ ഒത്തിരി വൈഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. മിററും അത്യാവശ്യം നല്ല ഭംഗിയാണ്. നമുക്ക് ബാക്കിൽ നിന്ന് കാണാം, മിററിൻ്റെ ഒരു ഷേപ്പ് ആയാലും നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടിയുടെ ക്ലച്ചൊക്കെ വരുവാണെങ്കിൽ ഇതൊരു സ്ലിപ്പർ ക്ലച്ചോട് കൂടി വരുന്ന വണ്ടി കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ക്ലച്ചും നല്ല സോഫ്റ്റും, അതേപോലെ ഗിയർ വരുന്നത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. അത് എനിക്ക് അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് തോന്നിയില്ലെങ്കിലും ചെറിയൊരു ഹാർനസ് പോലെ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഈ വണ്ടിയുടെ ആയിരിക്കും. ചെയിനൊക്കെ നല്ല മഴ സമയമായിട്ട് ലൂവൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ചിന്ന ഗിയറിനൊന്നും വേറെ സീനോ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഓടിച്ചുകൊണ്ട് കാര്യം പറയാം. അപ്പോൾ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഗായ്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ പവറാണ് ഫീൽ ചെയ്യുന്നത്. അതായത് BS4 BS6 ആയപ്പോൾ വണ്ടിയുടെ പവറിന് ചെറിയ രീതിയിലൊരു ലോസ് എനിക്ക് തോന്നുന്നുണ്ട്. അത് മെയിനായിട്ട് തോന്നുന്നത് കാരണം എന്ന് പറയാൻ ആ വണ്ടിയുടെ എന്താ പറയുക ആ ഒരു സൗണ്ടും, അതേപോലെ എന്താ പറയുക ആ ഒരു കുറച്ച് ആ ഒരു എൻജിൻ നല്ല രീതിയിൽ ഇപ്പോൾ റിഫൈൻഡ് ആയിട്ടുണ്ട്. അത് കാരണമാണ് ചെറിയൊരു പവർ ഡ്രോപ്പ് പോലെ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അങ്ങ് പവർ ഇല്ലെന്നല്ല പറയുന്നത്. കൈ കൊടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ കയറുന്നൊക്കെ ഉണ്ട്. പിന്നെ KTMൻ്റെ വണ്ടികളുടെ എല്ലാം, അതായത് RC200 ആയാലും നമ്മുടെ E200 ആയാലും എന്താ പറയുക ഗിയറൊക്കെ അത്യാവശ്യം നല്ല ഷോർട്ട് റേഞ്ച് ആണ്. അതായത് പെട്ടെന്ന് മാറാം. ഒരു 5th 6th ഗിയറൊക്കെ ഉള്ളൂ കുറച്ച് എന്താ പറയുക ലോങ് ആയിട്ടൊരു ഗിയർ. അപ്പം BS4 BS6 ആയപ്പോൾ വണ്ടിയുടെ ഹീറ്റൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഹീറ്റോ കാര്യങ്ങളോ പോലും എനിക്ക് കാലിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫുട് ബഗിൻ്റെ സൈഡിലോട്ടോ പോലും അടിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റും കാര്യങ്ങളൊക്കെ അവർ കുറച്ചിട്ടുണ്ട്. അതേപോലെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. പിന്നെ കുറച്ച് ടോപ്പ് എൻഡിലോട്ടൊക്കെ കയറുന്ന സമയത്ത് ഫുട് ബഗിൻ്റെ അവിടുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹാൻഡിൽ ബാറിൻ്റെ അവിടുന്നോ ഒക്കെ ഉള്ളൂ ചെറിയ രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 300 mm അത്യാവശ്യം നല്ല എന്താ പറയുക ബൈറ്റുള്ളൊരു ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് പിടിക്കുമ്പോഴായാലും അങ്ങനെയുള്ള വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയുക സ്പീഡിൽ പോയാൽ നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് എനിക്ക് അത്രയും സുഖമായിട്ട് തോന്നിയില്ലെങ്കിലും ഫ്രണ്ട് അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു കോർണറിങ് എബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. നമുക്ക് വളവൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിടത്തിയൊക്കെ എടുത്താലും വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ടയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നല്ലൊരു ടയർ വാങ്ങിയിടാൻ ശ്രമിക്കുക. ഇപ്പം കിടക്കുന്ന ഒരു MRFിൻ്റെ ടയറാണ്. കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടയറോ കാര്യങ്ങളോ ഒന്നും അല്ല. നമുക്ക് വണ്ടിയുടെ ക്ലച്ചിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ക്ലച്ചാണ്. സ്ലീപ്പർ ക്ലച്ചും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഗിയർ ബോക്സ് ആയാലും അത്യാവശ്യം ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സോഫ്റ്റ് ആണ്. ഇപ്പോൾ ചെയിൻ ലൂബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു എന്താ പറയണ്ട കുറച്ചൊരു ഹാർഡ് പോലെ തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ സീറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൈക്ക് വേദന അങ്ങനെ ഒന്നും വരാൻ ഒരു രീതിയിലുള്ള ചാൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം എന്താ പറയണ്ടേ ആ ഒരു നമ്മളിങ്ങനെ ഒട്ടും ലീൻ ചെയ്തോ അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. അത് അത്യാവശ്യം നേരെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ നടുവായാലും അല്ലെ കൈയായാലും നമ്മൾ കുറച്ച് എന്താ പറയണ്ട നല്ല ഒങ്ങി ഒരു അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെയൊക്കെ ഉള്ള ഫീലും കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ആ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. ഇതായാലും 250 ആയാലും ഡെഫിനറ്റ് ആയിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. നല്ല അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെറിയ രീതിയിലുള്ള സീനും കാര്യങ്ങളൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം BS4 നിന്ന് BS6 ആയപ്പോൾ വണ്ടിക്ക് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ലുക്കാണ്. അതായത് എന്താ പറയേണ്ട ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് അവർ ഈ വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഡ്യൂക്ക് സീരീസ് ഫുള്ളായിട്ട് അവർ ലുക്ക്
ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പം ഈ ലുക്കിലാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയണ്ട, വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എന്താ പറയണ്ട, ആ പഴയ ലുക്കാണ് ഇഷ്ടം. അപ്പം പലർക്കും പല ഇതായിരിക്കും പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയണ്ട, ഒരു BS4 250 വരുന്ന ആ സെയിം ഹെഡ് ലാമ്പും അതേപോലെ ആ ഒരു സെയിം ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് വരുന്നത്. പവറിൽ വലിയ രീതിയിലുള്ള എന്താ പറയണ്ട ഡ്രോപ്പ് എന്ന് പറയാനായിട്ട് നമുക്ക് എന്താ പറയണ്ട ചെറിയ രീതിയിലുള്ള ഡ്രോപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നു. അല്ലാതെ വലിയ രീതിയിലല്ലേ വണ്ടി കയറുന്നില്ല, അല്ലെ വണ്ടിക്ക് പവർ ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്, ചെറിയ രീതിയിലുള്ള ഡ്രോപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നുള്ളൂ. പിന്നെ മീറ്ററിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര എന്താ പറയട്ടെ നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാലും നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അതായത് നമ്മുടെ പഴയ 250 വരുന്ന പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ലുക്കാണ്. ഈ ഹെഡ് ലാമ്പ് ഒന്ന് മാറി നമ്മുടെ 390 ഹെഡ് ലാമ്പൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സെയിം അത് തന്നെയാണ്. ഈ സ്റ്റിക്കറോടെ പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും കണ്ടുപിടിക്കത്തില്ല. അമ്മാതിരി ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. നമ്മളെ പെട്ടെന്ന് ആളുകളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ഒരു ഓറഞ്ച് കളർ നല്ല രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടും കൂടെ ആളുകൾ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധിക്കാനും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കൈയെടുത്ത് കാണിച്ചു തരാം, ചെറിയ രീതിയിലൊന്ന് കൈയെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കാണും എന്താ പറയണ്ട, ആ ഒരു നല്ല പവർഫുൾ ആയിട്ട് വണ്ടി കയറുന്ന പോലെ ഒരു ഫീലും കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിനായിട്ട് മിസ് ചെയ്യുന്നതെന്ന് പറയാൻ ആ BS4 സൗണ്ടാണ്. ആ സൗണ്ടും കൂടെ ഉണ്ടാകുന്ന വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയായിരുന്നു. നമുക്ക് വണ്ടികളെ എന്താ പറയണ്ട വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വണ്ടിന് ഫീൽ ആവത്തില്ല. വണ്ടി പെട്ടെന്ന് സഡനായിട്ട് കയറുന്ന പോലെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ടാങ്ക് റേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഒക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മൈലേജിൽ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള വണ്ടിയാണ്. ഏകദേശം ഒരു 35 to 40 ആ റേഞ്ചിൽ വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ വലിയ ഇത്രയും നല്ല പവർഫുൾ ആയിട്ട് ഒരു വണ്ടിക്ക് അത്രയും മൈലേജ് എനിക്ക് വലിയ സീനോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ചെറിയ രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ പറയേണ്ട, ഒരു 2.17 അല്ലെങ്കിൽ 2.20 ആ റേഞ്ചിലാണ് ഇപ്പം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗായ്സ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ വണ്ടികളായിട്ടൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ NS200 അതേപോലെ RTR 200 അങ്ങനെയുള്ള വണ്ടികളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. അതേപോലെ അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വിലക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഫോർ മണിയാണെന്ന് തന്നെ പറയാം. അല്ലാതെ വണ്ടിയിൽ നിന്ന് ഒത്തിരി അങ്ങ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണിയാണ്. പിന്നെ ആ KTMൻ്റെതായ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് പഴയ വണ്ടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എന്താ പറയുക നമ്മളങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ, അതൊക്കെ വണ്ടി നല്ല രീതിയിൽ മാറ്റമുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഒതുങ്ങി എന്താ പറയുന്നത് നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു ക്യാരക്ടറാണ് ഇപ്പം ഈ വണ്ടിക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് നല്ല രീതിയിൽ അറിയാം. ഞാൻ എപ്പോഴും ഒരു BS4 Duke 200 കൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ആ ഒരു പവറിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആകുമ്പോഴുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വെക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കണം. കാരണം ഞാൻ എൻ്റെ ഒരു എന്താ പറയണ്ട എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോയിലും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ മറക്കാതെ കമൻറ്റും ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവരിൽ ഒരു 100% ആളുകൾ കാണുന്നുണ്ടെങ്കിലും അതിലൊരു 75% ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ Duke 200ൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഞാൻ ഒത്തിരി അങ്ങനെ വലിച്ചു നീട്ടി റിവ്യൂ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾ കുറേ കണ്ടായിരിക്കും ഈ വണ്ടിയുടെയൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി, ഒരു ബേസിക് ആയിട്ടൊരു റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ BS6 Duke 200ൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഓണറിൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പുതിയ Duke 200നെ പറ്റി എന്തെങ്കിലും ഓണറിൻ്റെ അടുത്തൊന്ന് അറിയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആളിന് മെസ്സേജ് അയച്ചാൽ മതി, ആൾ നിങ്ങളുടെ പറഞ്ഞു തരും. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വണ്ടിയുടെ വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ടൊക്കെ കാണുന്നിടം വരെ ബൈ.